హలో ఫ్రెండ్స్, వెల్కమ్ బ్యాక్ టు మై ఛానల్ ద లేడీ బాస్. నేను మీ మౌనిక. సో ఈరోజు వీడియో వచ్చేసి మన మోహన్ లాల్ సార్ గారు యాక్ట్ చేసిన చంద్రోత్సవం. సో ఈ మూవీ నుంచి ఈరోజు మా సీన్కి రియాక్షన్ చేస్తున్నాను. సో చంద్రోత్సవం అనేది 2005లో రిలీజ్ అయిన మలయాళం ఫిలిం. సో ఇందులో మెయిన్ లీడింగ్ క్యారెక్టర్స్ మోహన్ లాల్ సార్ గారు, అలాగే మీనా మేడం అనమాట. రంజిత్ డైరెక్షన్లో రిలీజ్ అయింది. సూపర్ మూవీ, రొమాంటిక్ ఫిలిం అనమాట ఇది. ఇందులో మోహన్ లాల్ సార్ గారు అలాగే మీనా మేడం వీళ్ళిద్దరి కెమిస్ట్రీ చాలా బాగుంటుంది. సో ఈరోజు వీడియో స్టార్ట్ చేసే ముందు ఒక చిన్న రిక్వెస్ట్, మీలో ఇంకా ఎవరైనా ఫస్ట్ టైం మన ఛానల్ని చూస్తున్నట్లయితే మన ఛానల్ సబ్స్క్రైబ్ చేసుకోండి, పక్కనే ఉన్న బెల్ ఐకాన్ కూడా క్లిక్ చేసేసేయండి. సో ఇప్పుడైతే మోహన్ లాల్ సార్ గారు అలాగే మీనా మేడం యాక్ట్ చేసిన చంద్రోత్సవం మూవీ నుంచి మా సీన్కి రియాక్షన్ అయితే చూసేద్దాం. సో లెట్స్ గెట్ ఇన్ టు ద వీడియో. എവിടെയോ മുതലാളി? മുകളിലുണ്ട്, കരുണേട്ടനെ കാത്തിരിക്കുക. ആ കൊള്ളാം. പകലും തുടങ്ങിയോ വീരഭദ്രൻ? ആകെ ഒന്നിനും മനസ്സ് തോന്നിയില്ല. കരുണേട്ടൻ ഇരിക്കെ. നിരാശ, അല്പം സങ്കടം, പിന്നെ ആരോടൊന്നില്ലാത്ത ദേഷ്യവും. നിന്റെ കഥയിലെ വില്ലൻ ശ്രീഹരി അപ്പോ ഇനി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവന്റെ ഈ സമയത്തുള്ള വരവ് അത്ര നല്ലതിനല്ല. വക്കീലിനൊരു സ്മോൾ. അയ്യോ ഇപ്പൊ വേണ്ട, എനിക്ക് ഓഫീസിൽ പോവാളാം. ആ കൊശവൻ പീതാംബരൻ എന്ത് പണിയാ ചെയ്തത്? ജയിലിൽ നിന്ന് ഇറങ്ങി പിറ്റേന്ന് തന്നെ പോത്തുകൂട്ടിന് പോവാൻ നീ അറിഞ്ഞില്ലായിരുന്നോ? ആ പോത്തിനോട് പറഞ്ഞാ ഞാൻ കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറിയേക്കാൻ. കേക്കണ്ടേ? തെളിക്കണ്ടത്തിലിട്ട് ചവിട്ടി കുഴച്ചെന്നാ കേട്ടത്. അവൻ നിന്നോടെന്ത് പറഞ്ഞു? ശ്രീഹരി ഭീഷണിയുണ്ടോ? ഇല്ല, ഒരു വാണിംഗ് ഉണ്ട്, അവളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ഏതായാലും നീ അവന്റെ മുമ്പിൽ എക്സ്പോസ്ഡായി. ഹബീബ് പറയുന്നത് ഇന്ദുവിനെയും ബാലനെയും അവര് താമസിക്കുന്നിടത്ത് നടക്കണമെന്നാ. ഇറക്കാന്ന് പറഞ്ഞാൽ ചെട്ടിയാരെ മുമ്പിൽ നിർത്തണം, അയാള് ഫോഴ്സ് ചെയ്യുന്ന മാതിരി. നീ രക്ഷകനായിരിക്കണം എന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങിയാൽ അവർ പിന്നെ താമസിക്കുന്നത് നിന്റെ ദയയിൽ, നിന്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ. മനസ്സിലായോ? പീതാംബരൻ സത്യം പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഓഫർ സ്വീകരിക്കോ രണ്ടുപേരും? ആ, അത് നിന്റെ പ്ലേ പോലെ ഇരിക്കും. പീതാംബരനെ തല്ലി പദം വരുത്തി നുണ പറയിച്ചാന്ന് പറയണം. വേണമെങ്കിൽ അവനെയും കൂട്ടിക്കോ പീതാംബരനെ. നുണ പറയാനും വിശ്വസിപ്പിക്കാനും അവനുള്ള കഴിവ് 5-6 കൊല്ലം മുമ്പേ തെളിയിച്ചതല്ലേ. മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കരുണേട്ട. അവളോടുള്ള സ്നേഹം തന്നെയാ എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്. ദിവസം കഴിയുന്തോറും അത് കൂടുന്നേ ഉള്ളൂ. എന്നോ ആ കേസ് കെട്ട് വെച്ച് കെട്ടി പൂട്ടാൻ ഞാൻ പറഞ്ഞതാ, നീ കേട്ടില്ല. ഏതായാലും ഇങ്ങനൊരു കളി കളിക്കേ. അവനും അവളെ മറക്കാൻ വയ്യാത്തോണ്ട് തിരിച്ചു വന്നതാവും. ഇതിനും മാത്രം ഇത്രയും വലിയ ഉരുപ്പടിയാണോടാ പെണ്ണ്? സാമ്രാജ്യങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയോപാട്രമാർക്ക് വേണ്ടി. ഇതിപ്പോ നിന്റെയൊക്കെ പ്രാന്തന്നല്ലാതെ എന്ത് പറയാനാ? ആരെങ്കിലും നല്ല പാർട്ടീസിനെ കിട്ടുമോ കരുണേട്ട? പണം എത്ര വേണമെങ്കിലും അറിയാം. അവനെ ശ്രീഹരി അങ്ങോട്ട് തട്ടാൻ. അത് അവസാന മാർഗം. തൽക്കാലം നീ ബാലയും തന്നെ ആ പെണ്ണിനെ നിന്റെ കസ്റ്റഡിയിലാക്ക്. പോകാ വിവേ, പോട്രാ. എന്റെ ഊഹം തെറ്റിയില്ല. പഴയ ശീലങ്ങൾക്ക് ഇപ്പോഴും മുടക്കമൊന്നുമില്ല അല്ലേ? ദൈവങ്ങളല്ലാതെ മറ്റാരും തുണയില്ലല്ലോ. ദൈവങ്ങളെങ്കിലും ഉണ്ടല്ലോ, അത് ഭാഗ്യം. തൊഴണില്ലേ? ഇല്ല, തൊഴാൻ പറഞ്ഞ ആളെ കാത്തിരുന്നതാ. ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ? എത്ര നാളെന്നറിയില്ല, എങ്കിലും കാണും. ഞാനൊരു കാര്യം പറയാനായിട്ടാ. ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേട്ടനെ പോലുള്ളവർ പറഞ്ഞറിയാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ കഴിയും. പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത്. ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള ഗതികേടുണ്ട്. പക്ഷെ ഞാൻ നിഷേധിക്കല്ല. ഒന്നും വേണ്ട, ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും. അതിനൊക്കെ വലിയൊരു സഹായം ചെയ്തത്. കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു,
ഒരു ഭാരം. സത്യം അറിഞ്ഞപ്പോ അത് മാറി. അതിന് നന്ദി പറഞ്ഞിട്ട് വരിക ഞാൻ. ഒന്ന് നിർബന്ധിച്ചടിച്ചേൽപ്പിക്കില്ല. വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കാം. ഒരു വാക്കാരോടെങ്കിലും പറഞ്ഞയച്ചാൽ മതിയോ? ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവുമെന്ന് കരുതി. എന്തേ? ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്. എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ 7 പേരുണ്ടാവും എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്താണ് സാർ. മോഷണം വല്ലതും നടന്നിട്ടുണ്ടോ? അകത്തൊക്കെ ശരിക്കും നോക്കിയായിരുന്നോ? ഇല്ല. താനാരാ? എന്റെ അളിയനാ. ഇവന്റെ ഭാര്യ? കഴിഞ്ഞ ദിവസങ്ങളില് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കശപിശ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. സാറേ, കളത്തിലെ രാമനുണ്ണിയുടെ കാറിങ്ങോട്ട് വരുന്ന കണ്ടു. ആര് കണ്ടു? നീ കണ്ടോ? ഉവ്വ്. ഇങ്ങോട്ട് നീങ്ങുന്നേ. രാമനുണ്ണി ഇങ്ങോട്ട് വരുന്ന നീ കണ്ടോ? കാറ് കണ്ടു. രാമനുണ്ണിയുടെ കാറാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കളത്തില് ജോലിക്ക് നിന്നിരുന്നതാ. നീ രാമനുണ്ണിയെ കണ്ടോ അതോ? അവിടുത്തെ കാറാ. അതില് രാമനുണ്ണിയെ പോലെ. പോലെ ഉറപ്പിച്ചു പറയാൻ നീ ആളെ കണ്ടിട്ടില്ല. ഉണ്ടോ? അയാളാന്ന് തോന്നി. എടീ, കൊലപാതക കേസാ. തോന്നൽ വെച്ച് വല്ലതും കേറിയങ്ങ് പറഞ്ഞ കോടതി കയറി ഇറങ്ങി നിന്റെ കണപ്പി ഇളകും. മനസ്സിലായോടി? ഊഹം വെച്ച് പറയേണ്ട കാര്യമല്ല ഇതൊന്നും. പ്രധാന സാക്ഷിയായിട്ട് നിന്റെ പേരങ്ങ് ചേർക്കട്ടെ. അയ്യോ സാറേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിൽ നിന്റെ പാട് നോക്കി പോവാൻ നോക്കടി. ഓടി. എന്താണ് സാർ ഇത്? ഒരു പ്രൈം വിറ്റ്നസിനെ ഇങ്ങനെ വിരട്ടി ഓടിക്കുകയാണോ വേണ്ടത്? നല്ല ഭാഷയിൽ അവരോടൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇയാൾ ആരാ? ഇയാളുടെ പേരെന്താ? കുര്യൻ. എന്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേട്ടാൽ പല്ല് ഇളിച്ചു കാട്ടി ബാല് ചുരുട്ടി നിൽക്കുകയൊന്നുമില്ല കുര്യൻ സാർ. രാഷ്ട്രീയ മുതലാളിയല്ല, രാഷ്ട്രീയ തൊഴിലാളിയല്ല. അങ്ങനെ വലിയ പേരൊന്നുമില്ലാത്ത ഒരാളാ. ഓ, ഞാൻ വിചാരിച്ച് പുതിയ DGP ആയിരിക്കുമെന്ന്. പണി പഠിപ്പിക്കല്ലേ. ആരോട് എന്ത് ചോദിക്കണമെന്നൊക്കെ എനിക്കറിയാം. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാന്ന് മനസ്സിലായി. ആടിനെ പട്ടിയാക്കൽ. വാദിയെ പ്രതിയാക്കാൻ മിടുക്കനാണ് കുര്യൻ സാറെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ മുകളിൽ അധികാരം കൊണ്ടായാലും സംസ്കാരം കൊണ്ടായാലും കൊള്ളാം എന്ന് തോന്നുന്നവരും കാണുമല്ലോ. ഞാൻ കണ്ടോളാം. ഓ, താനങ്ങ് ചെല്ല്. എന്നിട്ട് എന്നെ തൂക്കാനുള്ള ഓർഡർ മേടിച്ചിങ് വാ. ഓ, വരാം. അതിനു മുമ്പ് അന്വേഷണം പൂർത്തിയാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്ത് കളയല്ലേ. ഒന്നും കുഴിവെട്ടി മൂടാൻ തിരക്ക് കൂട്ടണ്ട. കുന്തക്കാലിരുത്തി തന്നെ കൊണ്ട് തന്നെ മാന്തി എടുപ്പിക്കും ഞാൻ. അതെ, DVSP ആണ്. ആ, നമസ്കാരം. നമസ്കാരം. ആര്? ശ്രീഹരിയോ? ആ, ഇവിടെയുണ്ട്. ശരി, ഓക്കെ. നിങ്ങളാരാ ശ്രീഹരി? ഞാനാണ്. അഡ്വക്കേറ്റ് സെബാസ്റ്റിനാ വിളിച്ചത്. നല്ല അടുപ്പാണെന്ന് തോന്നുന്നു. ഉവ്വ്. എന്തിനാ നിങ്ങൾ ഈ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാനൊക്കെ പോകുന്നത്?
എന്ത് കാര്യമായാലും നേരിട്ടൊന്ന് പറഞ്ഞൂടെ? ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരണം സാറിന്റെ, അത്രേ പറഞ്ഞുള്ളൂ വക്കീലിനോട്. പുറത്തെ തിരക്കിൽ ഊഴവും കാത്തു നിന്നാൽ പറയാനുള്ള കാര്യം വൈകുന്നു തോന്നി. താനാ ചിറക്കല പയ്യനല്ലേ, മരിച്ചുപോയ നമ്മുടെ ഗംഗാധരമേനോന്റെ? ആ സാർ, കൊല്ലപ്പെട്ട ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ അന്വേഷണത്തിനെത്തിയ ഇൻസ്പെക്ടർ കൺവിൻസിംഗ് ആയ രീതിയിലല്ല പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. കൺവിൻസിംഗ് എന്ന് പറഞ്ഞ കാഴ്ച കാണാൻ വരുന്നവർക്ക് ബോധിക്കുന്ന രീതിയിൽ പോലീസിന് പ്രവർത്തിക്കാൻ നോക്കൂ. അവർക്ക് അവരുടേതായ രീതിയില്ലേ. ഞാൻ സാറിനോടാണ് സംസാരിച്ചത്. അനിയ ചൂടാവല്ലേ, കേട്ടതിനൊരു കമന്റ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ നാട്ടുകാരുടെ ഈ പ്രിജുഡീഷ്യൽ മെന്റാലിറ്റി ഉണ്ടല്ലോ പോലീസിനോടുള്ള, അത് മാറണം. കൊലപാതകം കഴിഞ്ഞ് വിതിൻ അവേഴ്സ് പ്രതിയെ പിടിച്ചു കഴിഞ്ഞു. അവനെയും കൊണ്ട് സ്ഥലം സി ഐ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? బహుమానికి సో చూసారు కదా, చంద్రోత్సవం మూవీ నుంచి మాస్ డైలాగ్ సీన్కి. సో ఆల్రెడీ చంద్రోత్సవం మూవీ నుంచి నేను 2 సీన్స్కి రియాక్షన్ అయితే చేశాను. ఒకటి మోహన్ లాల్ సార్ గారు మాస్ ట్రాన్స్ఫర్మేషన్ సీన్, సో బెస్ట్ కన్నా బెస్ట్. సో ఆ సీన్ ఉంటుంది కదా, ఆ సీన్కి ఆల్రెడీ నేను రియాక్షన్ చేసేసాను. ఇంకోటి మాస్ ఫైట్ సీన్ ఉంటుంది చంద్రోత్సవం మూవీలో, సో ఆ సీన్ కూడా నేను ఆల్రెడీ రియాక్షన్ వీడియో అయితే చేశాను. ఇంకా ఎవరైనా ఆ రియాక్షన్ వీడియోస్ చూడని వాళ్ళైతే సో మన ఛానల్లో ద లేడీ బాస్ ఛానల్లో మోహన్ లాల్ సార్ గారి ప్లేలిస్ట్ ఉంటుంది, అందులో మీరు చూసుకోవచ్చు అనమాట. సో ఇది ఇవాల్టి వీడియో రియాక్షన్ ఫ్రెండ్స్. చంద్రోత్సవం మూవీ నుంచి మాస్ సీన్కి వీడియో రియాక్షన్ అయితే చూసేశారు కదా. హోప్ మీ అందరికీ నా వీడియో రియాక్షన్ నచ్చిందని అనుకుంటున్నాను. నచ్చితే ఈ వీడియోని లైక్ చేయడం మాత్రం మర్చిపోకండి ఫ్రెండ్స్. ఇంకా మీకు ఎలాంటి వీడియో రియాక్షన్స్ కావాలి అన్నది కింద కమెంట్స్లో కమెంట్ చేసేయండి. ఓకేనా ఫ్రెండ్స్, నెక్స్ట్ వీడియోలో మళ్ళీ కలుసుకుందాం. అంతవరకు టేక్ కేర్, బాయ్.